റോക്സ് എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ആ സംഭവം ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം അതൊന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ വ്യത്യാസം എനിക്കിങ്ങനെ നോക്കിയത് അലോയ് വീല് നമുക്ക് ഓരോ ആൾക്കാർക്കും പേഴ്സണലി ഉള്ള ഇഷ്ടങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഇതനുസരിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീലിനേക്കാളും ഇഷ്ടപ്പെട്ടത് നമ്മുടെയൊക്കെ ഫൈസ് പോക്കില്ലേ, അതായത് ഇതിന് മുന്നേ വന്ന സാധാ താറിൻ്റെ അലോയാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് ഇഷ്ടക്കുറവെന്നല്ല, എന്നാലും അതാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഗ്രില്ല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി ഇങ്ങനൊരു ഗ്രില്ല് കൊടുത്തില്ലേ അടിപൊളി. കാരണം മറ്റതെന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഉള്ളത്തെ ഗ്രില്ലായിരുന്നു ആദ്യത്തെ ഗ്രില്ല്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഗ്രില്ല് എന്ന് പറയില്ലേ, അതങ്ങോട്ട് പോയി ഈ ഒരു ഗ്രില്ല് വന്നപ്പോൾ അടിപൊളി. പിന്നെ അത് തന്നെയല്ല എന്താ പറയുക, ആ ഗ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ വേണ്ടത് ആ ഒരു സംഭവം അതേപോലെ കൊണ്ടുവന്നു കേട്ടോ. ഹെഡ്ലൈറ്റ് ആണെങ്കിൽ ഏതൊരാൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയിട്ട് മൈനസ് വെച്ച് മറ്റത് വെച്ച് ഇത് വെച്ച് ഇതൊന്നുമില്ല, കമ്പനി തന്നെ അങ്ങനെ ഇറക്കി കൊടുത്തു. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയില്ല അതിന്. അതെന്തായാലും ഒരു നല്ല അടിപൊളി കാര്യമായിട്ട് തോന്നി. പിന്നെ ചെറിയൊരു വ്യത്യാസം നമ്മുടെ ബമ്പറിലും കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോൾ അതിനേക്കാളും നല്ലത് ഇത്, ഇതിനേക്കാളും നല്ലത് അത്, അങ്ങനെ പറയാനൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. രണ്ടും സാധാരണ പോലെ തന്നെ. മൊത്തത്തിൽ ഈ വണ്ടി വലുതായപ്പോൾ ഉള്ളൊരു പോരായ്മയല്ല എനിക്കൊരു ഇത് തോന്നിയെന്ന് വെച്ചാൽ മുകളിലേ നമ്മളുടെ ഇതുപോലെ ചെറിയ ഹൈറ്റ് കൂടുതലായ പോലെ ബോലേറൊക്കെ പോലെ അങ്ങനെ പൊങ്ങിപ്പോയ പോലത്തെ ഒരു ഫീല്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു കട്ടിങ് ഇതിങ്ങനെ ബ്ലാക്ക് വരികയായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഒരു അടിപൊളി ആയേനെ എന്നുള്ളൊരു തോന്നൽ കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കണ പോലത്തെ ഒരു ചെറിയ ഇത് ആ ഒരു സ്പോട്ടിൽ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ബാക്കിയെല്ലാം അടിപൊളി തന്നെ. ഒറ്റ നോട്ടത്തിന് എന്താ പറയുക, നമ്മുടെ വലിയ മറ്റേ ജീപ്പിൻ്റെ സെയിം ലുക്കും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ല് മാറിയോട് കൂടിയിട്ട് അടിപൊളി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കൊക്കെ ഈ ഗ്രില്ല് വെക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. പക്ഷേ ഇത് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സാധാ താറിന് ഇത് ഇവർ ഇവിടുന്ന് വെച്ച് കൊടുക്കണമെങ്കിൽ സംഭവം അടിപൊളിയായി. അപ്പോൾ പുറത്തുനിന്നുള്ള ഒറ്റൊരു ലുക്കിൽ അടിപൊളിയായിട്ട് മറ്റേതിൻ്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ചിട്ടാണല്ലോ ഈ സാധനം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കുഴപ്പമില്ല. ഫുഡ് റെസ്റ്റൊക്കെ ഏറെക്കുറെ അതേപോലെ തന്നെ. പിന്നെ ഉള്ളിലൊന്ന് നോക്കി നോക്കാം കേട്ടോ. ഇൻറ്റീരിയർ ഫുള്ള് വൈറ്റ്. അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ എത്രത്തോളം ഇതാവും എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമായില്ല. ഞാനെപ്പോഴും പറയണ എൻ്റെ താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് സംഭവം വൈറ്റ് ആകുമ്പോഴേക്ക് പെട്ടെന്ന് ചെളി പിടിക്കും, കാണാനുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വിലയുണ്ട്. ഇതിൻ്റെ ടോപ്പ് എൻഡിന് 10-30 ലക്ഷം രൂപയുടെ അടുത്തങ്ങോട്ട് വിലയുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും കേട്ടോ. പിന്നെ പോരായ്മകൾ പരിഹരിച്ചപ്പോൾ അതിനുള്ള പൈസയിലും കൂടിയിട്ടുണ്ടാവും. ഇത് ഓട്ടോമാറ്റിക്കാണ്. പിന്നെ സെറ്റ് ഇതിൻ്റെ വലിപ്പമുണ്ടല്ലോ അത് മൊത്തത്തിലൊന്ന് കൂട്ടി. മറ്റേ ചെറിയൊരു സ്ക്രീനായിരുന്നല്ലോ, അത് മാറിയപ്പോൾ തന്നെ ഉള്ളിലത്തെ ഇവിടുത്തെ ഒരു കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ലെതറാണ് സംഭവം, കുഴപ്പമില്ല.